ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് അയച്ചിരുന്നു. പേഴ്സണലായിട്ട് ചില ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അതായത് ഇപ്പം നിരോധിത സംഘടനയായിട്ടുള്ള PFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഏതാണ്ട് 990ഓളം ആൾക്കാരുടെ പേരുകളാണ് അതിനകത്ത് വെളിപ്പെടുത്തുന്നത്. അതിൽ കേരളത്തിൽ നിന്നും BJPയുടെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വത്സൻ തില്ലങ്കേരി, അതുപോലെ വിശകല ഏതോ ഒരു ജഡ്ജിൻ്റെ പേരൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് PFI നടത്തിയിട്ടുള്ള ഈ ലിസ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് അവരെല്ലാവരും എന്നോട് ചോദിച്ചത്. അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന രാഹുൽ ഈശ്വർ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഇപ്പം തുറന്നു പറയുന്ന ആ ഒരു പ്രകൃതക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാനും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് ഇതിനൊരു മറുപടിയല്ല, പുള്ളിയുടെ ആ മനസ്സിലുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. അതായത് ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയ കേസ് നിങ്ങൾക്കറിയാം. ആ ഒരു സമയത്ത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിനെ അപലപിച്ചതും ഇതിനെതിരെ പ്രതിഷേധം നടത്തിയതും ഒക്രി സമുദായമാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ഈ PFIയുടെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ള ഈ ഇത്രയും ആളുകളുടെ പേര് പരാമർശിക്കുന്നതിൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അപലപിക്കണം എന്നാണ്. എല്ലാ കാലത്തും മുസ്ലിം സഹോദരങ്ങൾ തന്നെയല്ലേ സഹോദര ഈ അപലപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു കൊടിഞ്ഞി ഫൈസൽ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഒരു പാവം പിടിച്ച ഒരു ഉസ്താദ് പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ആരാധനാലയത്തിൻ്റെ അകത്ത് കയറി അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ആ പ്രതിയെ കോടതി നിരപരാധികം വെറുതെ വിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ സന്യാസിമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ക്രൈസ്തവ പുരോഹിതന്മാരാരെങ്കിലും അപലപിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ടിട്ടുള്ള ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, PFI ആയിക്കോട്ടെ, PDP ആയിക്കോട്ടെ, ഏത് സംഘടന ആയിക്കോട്ടെ, ഈ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തികൾ കാണിച്ചാൽ അതിൻ്റെ നാട്ടിലുള്ള മൊത്തം മുസ്ലിങ്ങൾ അപലപിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് എനിക്കതിനകത്ത് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇവിടുത്തെ ഭൂരിഭാഗം മുസ്ലിങ്ങളുടെയൊന്നും കുത്തവകാശം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന സംഘടനകളൊന്നും അല്ലല്ലോ ഇവരെല്ലാം. അപ്പോൾ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്ത സംഘപ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് ഈ ക്രൂരത കാണിച്ചത്? കാരണം ഈ കൊടിഞ്ഞി ഫൈസി ആയാലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവങ്ങളാണ്. അപ്പം അവരെ കൊന്നിട്ട് ഇവരാരെങ്കിലും അപലപിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തമാകുന്ന രീതിയിൽ നമ്മൾ അൻസാരി സുഹൈരി ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നമ്മൾ ഹിംസ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാളെ കായികവും ശാരീരികവുമായി ആക്രമിക്കാൻ പാടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ 977 പേര് എന്നൊരു വാർത്ത നമ്മൾ കാണുക. ശശികല ടീച്ചറിനും ശ്രീ വത്സൻ തില്ലങ്കേരിക്കും അടക്കം അതിൽ ത്രെറ്റ് ഉണ്ട് എന്ന വാർത്ത നമ്മൾ കാണുക. എല്ലാ വിഭാഗങ്ങളും, ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എല്ലാം തീവ്ര സ്വരക്കാരും റാഡിക്കൽസും ഉണ്ടാകും. നമ്മുടെ തീവ്ര തർക്കത്തിലൊക്കെ നമ്മളങ്ങ് ഒതുക്കണം, സംസാരത്തിൽ ഒതുക്കണം, സംവാദത്തിൽ ഒതുക്കണം. അത് ഭീകരതയിലേക്ക് ഒരു കാരണവശാലും പോകുന്നത്. അതുകൊണ്ട് ശശികല ടീച്ചറാണ്, ശശികല ടീച്ചർ അടക്കം ജില്ലാ ജഡ്ജി ആരാന്നറിയില്ല, പേര് വന്നില്ല. ആ മുസ്ലിം സഹോദരന്മാർ ശക്തമായിട്ട് തന്നെ ഇതിനെ കണ്ടം ചെയ്യണം, അപലപിക്കണം. വീഡിയോയുടെ പ്രാരംഭം കണ്ട ഒരാളും തെറ്റിദ്ധരിക്കരുത് ഇത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിനുള്ള മറുപടിയാണെന്ന്. ഞാൻ ഏറെ ആദരിക്കുന്ന, എൻ്റെ സഹോദര തുല്യനായി കാണുന്ന, അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും അധ്വാനവും ഏറെ ആദരപൂർവ്വം കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെച്ച ആശയത്തോട് നമ്മുടെ ചിന്ത നമ്മൾ പങ്കുവെക്കുകയാണ്, അത്രമാത്രം. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റിൽ ശശികല ടീച്ചർ, വത്സൻ തില്ലങ്കേരി, ഒരു ജില്ലാ ജഡ്ജ്, അദ്ദേഹം ആലുവക്കാരനാണെന്ന് പറയുന്നു, അദ്ദേഹം ഉൾപ്പെടെ 900-ലധികം ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനെ അധികരിച്ചുകൊണ്ട് രാഹുലേട്ടൻ പറഞ്ഞത് മുസ്ലിം സമുദായം അപലപിക്കണമെന്നാണ്. മുസ്ലിം സമുദായം പല കാര്യങ്ങളിലും അപലപിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 2014 ജോസഫ് മാഷിൻ്റെ കൈവെട്ടപ്പെടുന്നു. കൈവെട്ടപ്പെട്ടതിന് ശേഷമുള്ള സങ്കീർണതകളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ചെയ്തത് ഒരു കൂട്ടം ചെറുപ്പക്കാരാണെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നത് ഒരു സമുദായം മുഴുവനുമായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലം, ഈ കാലത്തും എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ജോസഫ് മാഷിൻ്റെ വിഷയമെടുത്ത് ഉന്നയിക്കുകയും മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാ കാലത്തും ലോകത്ത് ഏത് മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നതിനെല്ലാം മുസ്ലിം സമുദായം മൊത്തത്തെ അപലപിക്കുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷം ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട രാഹുലേട്ടൻ അടക്കമുള്ള ആളുകളോട് ഞാൻ എൻ്റെ സങ്കടം പങ്കുവെക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന സഹോദരിയെ നിങ്ങൾക്കറിയാം അല്ലേ? ഒന്ന് കണ്ടു നോക്ക്. രാഹുലേട്ട, ഈ സാധുവായ പെൺകുട്ടി അവരുടെ നിസ്സഹായത കൊണ്ട് കരയുകയാണ്. എന്താണ് അവരുടെ നിസ്സഹായത? തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു മദ്രസ അധ്യാപകനായിരുന്നു. കാസർഗോഡ് ചുരിയിൽ പള്ളിയിലെ ഇമാമായിരുന്നു. ഹെൽമറ്റ് വെക്കാത്തതിന് 500 രൂപ
പെറ്റി കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്ത, ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മദ്രസാധ്യാപകൻ. ഒരു തരത്തിലും ഒരു പ്രകോപനമോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന സംഘടനകളിലോ പ്രവർത്തിക്കുന്ന ആളുമല്ല. ഒരു സാധാരണ മദ്രസാധ്യാപകൻ രാത്രി പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ സംഘപരിവാറിൻ്റെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പള്ളിയിൽ കയറി, ശ്രദ്ധിക്കണം, പള്ളിയിൽ കയറി കഴുത്തറുത്താണ് കൊല്ലുന്നത്. പ്രിയപ്പെട്ട രാഹുലേട്ട, റിയാസ് മൗലവിയെ വധിച്ച പ്രതിയുടെ മുണ്ടിൽ റിയാസ് മൗലവിയുടെ രക്തമുണ്ടായിരുന്നു. അത്രയും സുദൃഢമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും നിരുപാധികം പ്രതിയെ കോടതി വെറുതെ വിട്ടു. അപ്പോൾ റിയാസ് മുസ്ലിയാർ എങ്ങനെ മരണപ്പെട്ടത്? ഒന്നിരിക്കെ ആത്മഹത്യ ചെയ്തു നമ്മൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും. ഞാൻ സ്നേഹത്തെ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഇസ്ലാമേതര സംഘടന അപലപിച്ചിരുന്നോ? എത്ര സന്യാസിമാരുണ്ട്, മഠാധിപതികളുണ്ട്, ഏതെങ്കിലും ഒരാൾ അപലപിച്ചിരുന്നു? പ്രയാസം പറഞ്ഞിരുന്നു? സമൂഹത്തിൽ ഇത്തരം ഛിദ്രത ഉണ്ടാക്കുന്ന പ്രവർത്തികൾ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിരുന്നു? രാഹുലേട്ട ചിന്തിക്കേണ്ട ഒരു കാര്യം അറിയാവോ? ഒരു ആരാധനാലയത്തിൻ്റെ അകത്ത് കയറിയാണ് ആ പള്ളിയിലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആളെ വധിക്കുന്നത്. നമ്മുടെ നാട് കത്താൻ ഇതിനേക്കാൾ വലിയ പ്രശ്നം വേറെ വേണോ? തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. സമീപകാലത്ത് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്തു, അതിൽ പിടിക്കപ്പെട്ടതെല്ലാം സ്വസമുദായത്തിൽപ്പെട്ടവർ. അതുപോലെ തന്നെ പരിഭാവനമായ ക്ഷേത്രത്തിനകത്തേക്ക് മാംസം വലിച്ചെറിഞ്ഞു, മനുഷ്യ വിസർജ്യം വലിച്ചെറിഞ്ഞു മലപ്പുറത്ത്. അതിലൊക്കെ പിടിക്കപ്പെട്ടത് ആരെയാണ്? അവരുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാം. ഈ മോശപ്പെട്ട പ്രവർത്തികളെല്ലാം ചെയ്തത് പിടിക്കപ്പെട്ടത് ആരെയാണ്? സ്വസമുദായത്തിൽപ്പെട്ടവരെ തന്നെ. അതിലൊരു മുസ്ലിം ഉണ്ടായിരുന്നു എങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആരാധനാലയത്തിൻ്റെ അകത്ത് കയറി അവിടുത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആളെ വധിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, വാർത്താ മാധ്യമങ്ങളിൽ കേവലം ഒരു വാർത്തയായി ഒതുങ്ങിപ്പോയ ഒരു സംഭവം ഒരു മുസ്ലിമാനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഒരു വേള നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമല്ലോ. ആരെങ്കിലും റിയാസ് മൗലവി ആരാധനാലയത്തിന്റെ അകത്തിട്ട് വധിച്ചതിന് അപലപിച്ചിരുന്നു? ഇല്ല. മദ്രസയിലേക്ക് പോയ ഫഹദ് എന്ന 9 വയസ്സുകാരനെ കഴുത്തറുത്ത് കൊന്നു, ആരെങ്കിലും അപലപിച്ചോ? ഇല്ല. ചിരതക്കുട്ടി എന്ന ആമിനക്കുട്ടിയെ മഞ്ചേരിയിലെ കോടതി വളപ്പിലിട്ടാണ് വധിച്ചത്. ആ കേസിലെ 2ാം പ്രതിയാണ് കൊടിഞ്ഞിയിൽ ഫൈസൽ. മതം മാറിയെന്ന ഒറ്റ കാരണം കൊണ്ട് തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. ആരെങ്കിലും അപലപിച്ചിരുന്നു? 90 വയസ്സ് പിന്നിട്ട തേവലക്കര അലവിക്കുഞ്ഞ് മൗലവി, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ രാവിലെ പ്രഭാത നമസ്കാരത്തിന് പുറപ്പെടുകയും അംഗസ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല ചെയ്യുന്നത്. ആരെങ്കിലും അപലപിച്ചിരുന്നു? പെരുന്നാളിന്റെ തലേ ദിവസം വസ്ത്രമെടുക്കാൻ പോയ ജുനൈദിനെ തല്ലിക്കൊന്നു കളഞ്ഞു. 20 വയസ്സേ ഉള്ളൂ, ചെറിയ പയ്യൻ. ആരെങ്കിലും അപലപിച്ചിരുന്നു? ആരെങ്കിലും ഒരു മഠാധിപതിയെങ്കിലും ഒരു അഭിപ്രായം ഇത് പാടില്ല എന്നുള്ളത്? കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് മറ്റ് സമൂഹങ്ങളെക്കാൾ മുമ്പ് ഇത് തോന്നിയമാസമാണ്, തിന്മയാണെന്ന് പറയാൻ മുസ്ലിം സമുദായമാണ് ശക്തിയുക്തം രംഗത്ത് വന്നത്. ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ എവിടെയാണ് ഒരു വർഗീയ കലം? മീൻസ് ഈ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് പള്ളിക്കകത്ത് വെച്ചായിരുന്നു. ഇത് മറിച്ച് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് നിന്ന് കത്തിയാനായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം വളരെ സമീപനം പാലിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായം തന്നെയാണ്. ആ രീതി തന്നെ ഉസ്താദിനൊരു ഒരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി എന്തായാലും കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മനുഷ്യനാകുക, മനുഷ്യനായി ചിന്തിക്കുക. കാരണം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരുവൻ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ വന്ന് പെട്ടു കഴിഞ്ഞാൽ അവരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയും മൊത്തത്തിൽ അവരെ തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും മനസ്സിന് വിഷമം ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. എന്താണെങ്കിലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ വ്യക്തമായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തെ പേഴ്സണലി ഞാൻ വിളിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അദ്ദേഹം ഈ പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കാലാകാലമായിട്ട് ഈ സമുദായം ചെയ്യുന്നുണ്ട്. പക്ഷെ മറിച്ച് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്ന് പറയാൻ അവരാരും മനസ്സ് കാണിക്കാറില്ല എന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും